ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിന്നേ മസ്കറ്റ് റൂവിയിലുള്ള ഡാർസെറ്റ് ചർച്ചിൽ നിന്ന് പോയിരിക്കുകയായിരുന്നു. അവിടെ അപ്പോൾ ഇന്നലെ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയൊക്കെ ഇട്ടിരുന്ന ചെയറാണ്. ഇന്ന് ഈസ്റ്ററിൻ്റെ ശുശ്രൂഷയുണ്ട്, അതുകൊണ്ട് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചർച്ചിന് 4 ചുറ്റും കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇരിക്കാൻ. പിന്നെ എല്ലായിടത്തും വിസിറ്റ് ചെയ്തു, എല്ലായിടത്തും പോയി. ഇപ്പോൾ ഈ കാണുന്ന ചർച്ചിൽ വന്നിട്ട് എല്ലാ സഭക്കാരും ഉണ്ട്. കാത്തോലിക്കർ, മർത്തോമ, യാക്കോബേറ്റ്, പെന്തക്കോസ്ത് എല്ലാം കൂടെ ഓരോ സെപ്പറേറ്റ് മുറിക്കുള്ളിലാണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മാതാവിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എല്ലായിടത്തും നിന്ന് പോയി. അപ്പോൾ അത് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. ആ കാണുന്നത് ഇവിടുത്തെ കാഫറ്റീരിയ ആണ്. കണ്ടില്ലേ, നല്ലൊരു പാർക്കിംഗ് ആണ്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഈ സൈഡിലും ഉണ്ട്, അപ്പുറത്തെ സൈഡിലും ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്യാൻ. കണ്ടോ, ഇതാണ് ഗേറ്റ്. ടൈമിംഗ് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാതാവിൻ്റെ ഇത്. ഓക്കെ, ആ ചർച്ചൊക്കെ ഇതാണ് കത്തോലിക്ക പള്ളി ആണെങ്കിൽ അത് എല്ലാ ഭാഷയിലും ഉണ്ട് കേട്ടോ. മലയാളവും മറാഠി കൊങ്ങിണിയും എല്ലാം ഉണ്ട്, ഇംഗ്ലീഷ് എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ്. കത്തോലിക്സിൻ്റെ എല്ലാം നടക്കുന്നത് ഈ ഹാൾ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് വെളിയിൽ. എന്നുവെച്ചാൽ വലിയ ചർച്ചാണ്, അകമൊക്കെ നല്ല ഇതാണ്. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷ് മാസ് നടക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറിയില്ല. ഞാൻ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് നിങ്ങളെ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിവിടെ ഒരു സ്റ്റേജ് പോലെ ഉണ്ട്. ഇവിടെ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഉയർപ്പിൻ്റെ അവിടെയും ക്രിസ്മസിനും ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ അകത്താണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ക്രിസ്മസിനൊക്കെ വന്നിട്ട് ഉണ്ണീശോയുടെ ഇതെല്ലാം ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യും. ആ കാണുന്നതാണ് ബൈബിൾ സൊസൈറ്റി. ഇത് ഇവിടുത്തെ കാഫറ്റീരിയ ആണ്. ഇതിൻ്റെ അകത്തൊരു കാഫറ്റീരിയ ഉണ്ട്. ഒരു മലയാളിയാണ് നടത്തുന്നത്, അതിൻ്റെ കുക്കും മലയാളിയാണ്. അതുകൊണ്ട് ആ കാണുന്നത് ഈജിപ്ഷ്യൻ്റെ അവരുടെയൊക്കെ ചർച്ച കേട്ടോ. അപ്പോൾ ഈ കാഫറ്റീരിയയിൽ എല്ലാം കിട്ടും കേട്ടോ, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഇന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ എല്ലാം ഒന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് പുറത്തോട്ടുള്ള വഴിയാണ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് അച്ഛന്മാർ താമസിക്കുന്നത്. ഇവിടെ വലിയൊരു ഗ്രൗണ്ടുണ്ട്. ഇവിടെയാണ് പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ നടക്കുന്ന സ്ഥലമാണിത്. ഓക്കെ, അതിൻ്റെ അവിടെ കാണുന്ന ഓരോ മുറിക്കകത്ത് ഓരോ ചർച്ചുകാരാണ് കേട്ടോ. ദൈവത്തെ കണ്ടില്ല, അതാണ് സ്റ്റേജ്. കാണുന്നതാണ് സ്റ്റേജ്. അതിൻ്റെ അകത്ത് വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.